അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഗാർഡൻസ് ബൈ ദ ബേ ആണ്. അപ്പം ഇവിടം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിട്ട് നേരെ മലേഷ്യയിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഗാർഡൻസ് ബൈ ദ ബേ ഓൾറെഡി ടിക്കറ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇനി നമുക്ക് മെയിൻ എൻട്രൻസിലോട്ട് നമുക്ക് കയറാം. ഇവിടെ നമ്മളൊരു കോംബോ 2 ടിക്കറ്റാണ് നമുക്ക് അവിടെ തന്നേക്കുന്നത്. ഒന്ന് ക്ലൗഡ് ഫോറസ്റ്റും ഫ്ലവർ ഡോമുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലൗഡ് ഫോറസ്റ്റ് നമുക്ക് നോക്കണം. ഇവിടെ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. പക്ഷേ ഇതെല്ലാം വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിൽ വരുന്നതാണ് ഏറ്റവും നല്ല എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഫുള്ള് ലൈറ്റ് ആയിരിക്കും. നമ്മൾ ഡേയിലായതുകൊണ്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാനാണ്, നമുക്ക് സമയമില്ല. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് തോന്നുന്നു ഇനി അകത്തോട്ടൊക്കെ ഫുൾ ഡെക്കറേഷൻ ആയിരിക്കും. ഇപ്പോൾ എൻട്രൻസിൽ തന്നെ ഇത്രയാണെങ്കിൽ അകത്ത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ക്രിസ്മസ് ട്രീയുടെ കൂമ്പാരമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. കൊള്ളാം, നല്ല രസമുണ്ട്. നടന്ന് കാണാൻ കുറേ ഉണ്ടെന്നാണ് തോന്നുന്നത് കാണാൻ വേണ്ടി. അപ്പം നമുക്ക് എന്തായാലും നടക്കാനുള്ള ടൈമില്ല. അപ്പം നമുക്ക് എന്തായാലും ക്ലൗഡ് ഫോറസ്റ്റ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ആ എൻട്രൻസും തപ്പിയിട്ട് അവിടെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നോക്കാം. അപ്പം ഇതാണ് ഇവിടുത്തെ മാപ്പ്. ഇതിനകത്തുണ്ട് ഇത്ര ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ഇതെല്ലാം അവിടെ ഒന്നും കാണാനൊന്നും പറ്റുന്നൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ ക്ലൗഡ് മാപ്പിൻ്റെ അവിടോട്ട് പോവാം. पूरे बुखार है बच्चे लोग ना, सब बीमार है. नीचे हो ओपन हो गया. इधर देखो जुरासिक पार्क. ले जाता है वहाँ पे. അപ്പോൾ നമ്മളങ്ങനെ ക്ലൗഡ് ഫോറസ്റ്റിലോട്ട് എൻട്രൻസിലോട്ട് കയറാൻ പോകുന്നത്. ഇതാണ് എൻട്രൻസ്. ക്ലൗഡ് ഫോറസ്റ്റ്. വാവ്, അടിപൊളിയായിട്ടുണ്ട്. ഈ ഇൻഡോർ ഇതിലെ ഒരു ഗ്ലാസ്സിനകത്ത് ഇത്ര അടിപൊളി സെറ്റപ്പായിട്ട് ചെയ്യാൻ ഒരു രക്ഷയില്ല. നമ്മൾ സിനിമയെ കാണുന്ന ആ ഒരു സെയിം ഫീലിങ്ങോട് നല്ല കറക്റ്റ് നാച്ചുറാലിറ്റി രീതിയിലാണ് ഒരു സിനിമ വാക്കുകളൊക്കെ നാച്ചുറൽ. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊള്ളാം, ഒരു രക്ഷയില്ല, അടിപൊളി. ഡൈനോസർ ഉണ്ടോ അവിടെ? ഇല്ല. ഇത് സൈസ് ഉണ്ട്. അടിപൊളിയായിട്ട് ഇത്ര ഒരു ഇൻഡോറിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കണം. എന്തോ വലിയ അടിപൊളിയായിട്ട്. ഇപ്പം എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു മിനി വെർഷനാണ് ഇവർ എക്സ്പോയിൽ സിംഗപ്പൂർ പവലിയനിൽ നമ്മൾ കണ്ടത്. സെയിം ഒരു ഗ്രീനറിയാണ്, സിംഗപ്പൂറെ ഗ്രീനറി, ആ ഒരു സെയിം കൺസെപ്റ്റിലാണ് അവരുടെ ചെയ്യുന്നത്. മങ്കി കണ്ടോടാ സുഖു?
കൊച്ചു കൊണ്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിന് മേളിൽ കാണുന്ന കണ്ടോ ഈ സ്കൈ വാക്ക് എന്ന് പറയും. നമുക്ക് നോക്കാം മോൾ പോകുമ്പോൾ എന്തായാലും നോക്കാം. Clap your hands, clap your hands. Clap, clap, clap. Suguru, Suguru. ആ ഇത് കണ്ടോ വെച്ചു, അതിനകത്തൊരു ജീപ്പ് കിടക്കുന്നു. ആ ഫോറസ്റ്റിൻ്റെ സൂയും ഫീലിംഗ് വരുത്താൻ വേണ്ടി ചെയ്ത് നോക്കി. അതെ അതെ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി. ഇത് മൊത്തത്തിൽ 7 ലെവലാണ് അപ്പോൾ ഉള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെവലിൽ നമുക്ക് താഴോട്ട് വരാം. അപ്പോൾ നോക്കാം ഏറ്റവും മുകളിലത്തെ ലെവലിൽ എന്തോ കാണാനുള്ളത്. കൊച്ചി ഇത് കണ്ടോ കൊച്ചി, ഇതിനകത്ത് ഫുള്ള് കോയിനിട്ടേക്കും ആൾക്കാർ. ഇതൊന്നും ഈ വിഷസ് വരാൻ വേണ്ടി. അപ്പോൾ ഈ താഴെ കണ്ടോ ക്ലൗഡ് വാക്കാണ്. ക്ലൗഡ് വാക്ക്. അപ്പോൾ നമ്മൾ 7ാമത്തെ നിലയിൽ നിന്ന് ഈ താഴെ വരെ പോകും കേട്ടോ. ഇത് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരുന്നത്. കൊച്ചുപെണ്ണ് ഫുള്ള് ഓട്ടമാണ്. അവർക്ക് ഫുള്ള് നടക്കണം. അവർക്ക് ഭയങ്കര ലക്ഷണമുണ്ട്, പക്ഷെ അതൊന്നും കണക്കാക്കാതെ അവൾ ഓട്ടമാണ്. ഇങ്ങനെ ഇത് സ്കൂളിൽ നിന്ന് പിള്ളേർ ഗ്രൂപ്പായിട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഡൈനോസറിൻ്റെ ചെറിയ ബേബി ഡൈനോസേഴ്സാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തത്. ജീവനോടെ തന്നെ കറക്റ്റ് ഒറിജിനാലിറ്റി ഫീലിംഗ് രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്നത് വെച്ചാൽ അതിൻ്റെ എഗ്ഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്സ്, അതിൻ്റെ ഓരോ സൈസിനെയും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന വാട്ടർഫോൾ വ്യൂ. അതിപ്പോൾ നമ്മൾ താഴേന്ന് മുകളിലൊരു വ്യൂ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു വ്യൂ, മുകളിൽ നമുക്ക് താഴോട്ട് വെള്ളം വീഴുന്നൊരു വ്യൂ ആണ്. വെള്ളം വീഴുന്നുണ്ട് തലയിൽ. അവൻ ജസ്റ്റായി ഞങ്ങൾ അകത്തോട്ടേക്ക് പോകും. ഇതൊക്കെ എനിക്കൊന്ന് നൈറ്റിലാണ് തോന്നുന്നു കൊച്ചു കാണാൻ നല്ല രസമില്ലേ. ഓക്കെ, എന്തായാലും അകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്ക്രീനിൽ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഇതാണ് തോന്നുന്നു. നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ സുക്രു ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ ചാടാൻ പറ്റും. मेरे हिसाब से कुछ नहीं है, वो व्यू खाली ऊपर से दिख रहा है. वो ये फाइनल जाना है बाबा, लिफ्ट से जाएगा उतना ही. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ക്ലൗഡ് ഫോറസ്റ്റ് ഗാലറിയാണ്. ഇതിനകത്തും ഡൈനോസേഴ്സിൻ്റെ ജസ്റ്റ് ഒരു വിഷ്വൽ പോലെയല്ല, ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റ് തിയേറ്ററാണ് അടുത്ത കാണുന്നത്. അപ്പോൾ ഈ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഓ എൻ്റെ ദൈവമേ, എക്കോ ഇതിൻ്റെ പേര് കണ്ടോ, കറക്റ്റ് ഒറിജിനാലിറ്റി രീതിയിലല്ലേ സെറ്റ് ചെയ്തേക്കുന്നത്. കൊച്ചു നോക്കി അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കി, കറക്റ്റ് ഒറിജിനാലിറ്റി. അടുത്ത ഡെൽറ്റ ഇത് നോക്കി, ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. ഇതിൻ്റെ റിയൽ ഡൈനോസേഴ്സിനാണ് തോന്നുന്നു. ചാർലി an adventure 65 million years old. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ടു ദ സീക്രട്ട് ഗാർഡൻ. വാട്ടർഫോളൊക്കെ കണ്ടു.
നാച്ചുറൽ ഫീലിങ്സ് വരുന്നുണ്ടല്ലേ. കറക്റ്റ് ഒരു ഫോറസ്റ്റ് കൂടെ പോകുന്നൊരു ഫീലിങ്സാണ്. നല്ല അടിപൊളി. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞ് അടുത്ത് നമ്മൾ സോവനീർ ഷോപ്പിലോട്ടാണ് പോകുന്നിരിക്കുന്നത്. നേരെ മ്യൂസിക്കിലോട്ടാണ്. ഇതെന്തായാലും ഞാൻ ഫുള്ളി റെക്കമെൻഡ് ചെയ്യും. ഇതെന്തായാലും വൺസ് എ ടൈം നമ്മൾ കണ്ടിരിക്കണം. നല്ല അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ കൊടുത്ത ടിക്കറ്റിന് പുറത്താണ്. അപ്പോൾ നമ്മൾ പാക്കേജ് സെലക്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് സെലക്ട് ചെയ്തത്. എന്തായാലും ആരും സിംഗപ്പൂർ വരുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റഡ് പ്ലേസാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഫ്ലവർ ഡോം. അപ്പം ഇതൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു കൂമ്പാരമായിരിക്കും. കാരണം ഇവിടുത്തെ അത്രയും തന്നെ നമ്മൾ ഗ്രീനറി മറ്റേത് കണ്ടപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണും. പറഞ്ഞ പോലെ തന്നെ നോക്കി ക്രിസ്മസ് ട്രീ ഒക്കെ നോക്കി കൊള്ളാം, അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി അകത്തോട്ട് നമുക്ക് കയറാം. ഇത് ഒരു കെട്ട് ക്രിസ്മസ് ട്രീ ആണെന്ന് തോന്നുന്നല്ലോ വെച്ചു. നമ്മളീ കാണുന്നത് ഫുള്ള് ഇൻഡോറിലാണെന്ന് വിശ്വസിക്കാൻ പറ്റും. കാരണം ഈ ചെയ്തിരിക്കുന്നത് മൊത്തം ആ ഇൻഡോർ ഇതിൽ. നമ്മൾ ആ സ്കൈ വ്യൂവിൽ നമ്മൾ ക്യാപ്സൂളിനകത്ത് വെച്ച് കണ്ടില്ലേ, അതാണ് ഈ കാണുന്നത്. ഈ ഫുൾ ഇൻഡോറിലേക്ക് ഈ ചെയ്തേക്കുന്നത് എന്തായാലും ഇവന്മാർ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ക്രിസ്മസിൻ്റെയും കുറച്ച് പരിപാടികളൊക്കെ താഴെയുണ്ട്. നമുക്കിപ്പം കറങ്ങി വരുമ്പോൾ നമുക്ക് താഴത്തെ കാണാം. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതിനകത്ത് പ്ലാന്റ്സും എല്ലാം വരുന്നുണ്ട്, വലിയ ട്രീസും ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു സെയിം ഒരു ചെറിയൊരു കോപ്പിയാണെന്ന് തോന്നുന്നു മെർക്കിൾ ഗാർഡൻ ദുബായിൽ. പക്ഷെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സെക്ഷൻ ഫ്ലവേഴ്സ് കാണിക്കുന്നുണ്ട്, പക്ഷേ അല്ലാതെ പ്ലാന്റ്സും വലിയ ട്രീസും ഇതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് കമ്പൈൻഡാണ്. അപ്പം അത് നമുക്കൊരു ഫോറസ്റ്റിൽ കൂടെ നമുക്ക് പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഡെക്കറേഷനൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ആൾക്കാരാണെന്ന് തോന്നുന്നു ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഫുള്ള് ഫോട്ടോയുടെ സെക്ഷനാണെന്ന് തോന്നുന്നു, ഫോട്ടോ സെക്ഷനാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്, എല്ലാവരും വന്ന് അടിച്ച് പൊളിക്കുക. ഇതിനകത്തൊക്കെ കയറി ഫോട്ടോ എടുക്കാം. എന്തായാലും നമുക്ക് കണ്ടങ്ങ് പോവാം, കാരണം അധികം സമയം നമുക്ക് ചിലവാക്കാം, നമുക്ക് ടൈമില്ല. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതെന്തോ ട്രെയിന്? ആഹാ, കൊള്ളാമല്ലേ. അതാണ്ട് ട്രെയിനൊക്കെ കിടക്കുന്ന കുറേ എണ്ണം. ഇത് പോർട്ട് കൊള്ളാമല്ലേ. ട്രെയിനിൻ്റെ കുറേ പാളങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ട്രെയിൻ എന്തായാലും നമുക്ക് നോക്കാം, ട്രെയിൻ വല്ലതും വരുന്നുണ്ടോ. ഓ, ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ, നല്ല ഹൈറ്റ് നോക്കി, ഭയങ്കര ഹൈറ്റാണല്ലോ ഇത്. കൊച്ചു മുകളിലോട്ട് വയ്ക്കുക ട്രെയിൻ പോകുന്നത്. ഈ മിനി മോഡലെല്ലാം അടിപൊളിയായിട്ടുണ്ട് അല്ലേ, നല്ല ഒറിജിനാലിറ്റി ഫീലിങ്സാണ്. ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിരുന്നു. നോക്കി, മുകളിൽ നിന്നും താഴെ നിന്നും എല്ലാം ട്രെയിൻ വരുന്നു. കൊള്ളാം.
ഇത്രയും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കഠിനാധ്വാനം തന്നെ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ സംഭവം. അടുത്ത ട്രെയിൻ വരുന്നതാണ്. അപ്പം നമുക്കിനി ഇറങ്ങാം. കൊച്ചു ബാ, നമുക്ക് പോകാം, ടൈമില്ല, ഇറങ്ങാം. നമ്മൾ നേരെ എക്സിറ്റിലോട്ട് പോവാം. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ എയർപോർട്ടിലോട്ടാണ് അടുത്തത്. ഇതപ്പോൾ ഇവിടുത്തെ ഒരു സോനിയർ ഷോപ്പ്. അങ്ങനെ നമ്മൾ ഗാർഡൻസ് ബൈ ദ ബേയോട് ബൈ ബൈ പറയുകയാണ്. അടുത്ത നമ്മളിനി നേരെ എയർപോർട്ടിലാണ്. ഇനി എയർപോർട്ടിൽ ചെന്ന് ബാക്കിയുള്ള വിഷ്വൽസ്. അങ്ങനെ നമ്മൾ ടെർമിനൽ 1-ലെത്തി. ഇവിടാണ് നമ്മൾ വേൾഡ് ടോളസ്റ്റ് ഇൻഡോർ വാട്ടർഫോൾ ഉള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ്, ഫ്രണ്ടിൽ കാണുന്നതാണ് സംഭവം. അപ്പം നമുക്കിനി ഇതിൻ്റെ താഴെ പോകണം. ഇതിൻ്റെ താഴെ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടോ, നല്ല കടപ്പൻ സൈസാണ്. ക്രിസ്മസിൻ്റെ സ്പെഷ്യലൊക്കെ കാണും താഴെ. അപ്പോൾ നമുക്കിനി താഴെ ലിഫ്റ്റിൻ്റെ ഇനി താഴെ പോകണം. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇനിയും നമുക്കിനി അങ്ങോട്ട് ചെന്ന് നോക്കാം. വെറും വീടുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ സംഭവം? ഇതാണ് ഏറ്റവും ടോളസ്റ്റ് വേൾഡിലെ വാട്ടർഫോൾ ഇൻഡോർ. അപ്പോൾ ഇത് ടെർമിനൽ 1-ലാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് തിരിച്ച് ടെർമിനൽ 3 മലേഷ്യയിലോട്ട് നമ്മൾ ഫ്ലൈറ്റ്. ഇവിടെ ഇതിന് കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ടെർമിനൽ 1-ലാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ മെട്രോ സർവീസ് വരും. ഫ്രം ടെർമിനൽ 1 ടു ടെർമിനൽ 3 കണക്ഷൻ. നല്ല അടിപൊളി പ്ലാനിൽ ഇവർ ചെയ്തേക്കുന്നത്. കാരണം ഇതിനകത്തുകൂടാണ് മെട്രോയുടെ സർവീസ് വരുന്നത്. അപ്പം നമ്മൾ അടുത്തത് മലേഷ്യയിലേക്കാണ് പോകുന്നത്. അപ്പം ഫ്ലൈറ്റ് 9 മണിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിയപ്പം 11:55 ആയി, റീഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ഇനിയും ബാഗേജ് കൊടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അതേ നടക്കത്തുള്ളൂ. ബാഗേജ് ഇപ്പോൾ 2 ഫാമിലിയുടെ ആകുമ്പോൾ 1 കെട്ട് ബാഗേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ വാട്ടർഫോളാണ്. ഇതൊരു മൾട്ടിമീഡിയ സ്ക്രീനിലേക്ക് കാണിക്കുന്നത്. നല്ല ഒറിജിനാലിറ്റി എഫക്റ്റാണ് കണ്ടോ. അപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇതും കാണാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് ടെർമിനൽ 2-ലാണ്. നമുക്കിനി കുറച്ച് ടൈം ഉണ്ടായതുകൊണ്ട് ഇത് ലോഞ്ചിൽ കയറിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ നമ്മളിനി മലേഷ്യയിലോട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ മലേഷ്യയിൽ വെച്ച് കാണാം.